ഹായ്, പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ ഗതി കിട്ടാഞ്ഞ് 8 നില പൊട്ടി. ഇപ്പം മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്ത സിനിമ ആസാദി. ആസാദി കൊണ ആസാദി കൊണ. നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലായി കാണും. ഇൻഡിപെൻഡൻസ്, മോചനം, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഈ പടത്തിൻ്റെ റിവ്യൂലോട്ടാണ്. ഡയറക്ടർ ജോർജ്, റൈറ്റർ സാഗർ, ആ സാഗർ അല്ല, ഏതോ ഒരു സാഗർ. മ്യൂസിക് ചെയ്തേക്കുന്നത് വരുൺ ഉണ്ണി. ഒറിജിനൽ സ്കോർ ചിലയിടത്തൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു ജയിൽ മോചനത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. കണ്ട് മടുത്ത സ്റ്റോറി തന്നെയാണ്. എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റിങ് കുറച്ചും കൂടെ ഒന്ന് നല്ലതാക്കിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മേളിൽ പോകേണ്ട ഒരു സ്റ്റോറി ആയിരുന്നു ഈ ആസാദി എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഇത് പോരായ്മകൾ ഇഷ്ടംപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യം തന്നെ എടുത്ത് പറയേണ്ട ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതും ഞാൻ പറയാം. പടം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും ആയിട്ടാണ് പടം തുടങ്ങുന്നത്. ആ ശ്രീനാഥ് വാസിയും ജംഗിൾ റമി ലാലും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഗർഭിണി ആദ്യമേയൊക്കെ നമ്മൾ വിചാരിക്കും ഗർഭിണിയായിട്ടുള്ളൊരു ആ സ്ത്രീയെ കൊണ്ടുപോകുന്നത് അവർക്ക് എന്തുമായാലും പോലീസിൻ്റെ ഒരു സ്ക്വാഡ് ഒക്കെ വേണം, എന്നിട്ട് അത് അവരെ ആശുപത്രിയിൽ മാറ്റണം. അങ്ങനെ കുറേ നിയമങ്ങൾ പോലീസുകാർക്കും ഉണ്ട്. അങ്ങനെ അവരെ ജയിലിൽ നിന്നും ആശുപത്രിയിലോട്ട് മാറ്റുന്നതും അവിടുന്ന് പിന്നെ ഇവരെ എങ്ങനെ വെളിയിലിറക്കുന്നു, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പശ്ചാത്തലമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ട്വിസ്റ്റും ഒക്കെ ഉണ്ട്, ഒരു ട്വിസ്റ്റൊക്കെ അവസാനം കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർ ഒരു സൈഡിൽ ബിൽഡ് ചെയ്ത് വെക്കും. ആ ഒരു ബിൽഡ് ചെയ്ത് എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെ അപ്പുറത്തെ ഒരു അന്വേഷണത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പോലെ വന്നിട്ട് ഒരാൾ ബിൽഡ് ചെയ്യും, ഒരാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഒരു ത്രില്ല് ഡിപ്പിറ്റ് കൊണ്ടുപോകേണ്ട ഒരു തീം ഉണ്ടായിട്ടും നശിപ്പിച്ച് കളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്വിസ്റ്റൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ആ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലോയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അത്യാവശ്യം IPC എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഗീതം എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് എല്ലാ ലോയൊന്നും അറിയത്തില്ല. കുറച്ച് ലോയും പോലീസ് ലോയൊക്കെ കുറച്ചൊക്കെ അറിയാം, എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ലോ ഞാൻ വായിച്ചിട്ടില്ല. ഇനി അങ്ങനെ ഒരു ലോ ഉണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് റെഫർ ചെയ്തിട്ട് ഇതുപോലത്തെ പടങ്ങൾ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ലോ ഞാൻ ജയിലിൽ ചാടുന്നതിനെ പറ്റിയുണ്ട്, പക്ഷെ അതിനെതിരെയും അവർക്ക് നടപടി എടുക്കാനുള്ള ഒരു സീനും ഉണ്ട്. അത്യാവശ്യം തുടക്കമൊക്കെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് തോന്നി, ഇല്ലെന്നല്ല പറഞ്ഞാൽ കുറച്ചായിട്ട് തോന്നി. പക്ഷേ അത് കൂടുതൽ നേരം അതിൻ്റെ ആയുസില്ലായിരുന്നു. പിന്നെ വാണി വിശ്വനാഥൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഒരാണത്തുള്ള ഒരു പോലീസ് ഓഫീസർ പഴയ സിനിമയ്ക്കകത്തേക്ക് ഉണ്ട്. അവരുടെയൊക്കെ പരിപാടി പണ്ടേ കഴിഞ്ഞതാണ്, പിന്നെയും പിടിച്ചോണ്ടിട്ടേക്കുക. ഒരാണത്തുള്ള പോലീസ് ഓഫീസറായിട്ട് കാണിക്കാനായിരിക്കും. അങ്ങനെ ഇവർ സിഗരറ്റ് വലിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. സിഗരറ്റ് എന്ന് പറയുമ്പം ഞാൻ പേഴ്സണലി സിഗരറ്റ് അങ്ങനെ ഉപയോഗിക്കത്തില്ല. സിഗരറ്റ് മാത്രമല്ല വേറെ സാധനങ്ങളൊന്നും അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഞാൻ ശ്രദ്ധിക്കും, സിഗരറ്റ് ഉപയോഗിക്കുന്നവരുടെയും. പിന്നെ അത് മാത്രമല്ല, ഞാൻ വെളിയിലോട്ട് ഇപ്പോൾ ഒരു കടയിലൊരു പോകുകയാണെങ്കിൽ ഒരു സാധനം മേടിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അവർ ഒരു സാധനം എങ്ങനെ എടുക്കുന്നു, നോക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ സിഗരറ്റ് വലിക്കുന്നവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇതെടുത്തിട്ട് സ്നഫ് എടുത്തിട്ട് അകത്തോട്ട് എടുത്തിട്ടാണ് വെളിയിലോട്ട് വിടുന്നത്. ഇങ്ങനെയാണ് വെളി വിടുന്നത്. അപ്പം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ അതേപോലെ ഇതിനകത്ത് വാണി വിശ്വനാഥ് ആണത്തം കാണിക്കാൻ വേണ്ടി സിഗരറ്റ് വലിക്കുന്ന ഒരു സീനാണ്. എന്തിനാ ആ ഷോട്ട് അവിടെ വെച്ചതെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. അത് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോട്ട് അവിടെ ഇല്ലെങ്കിലും ആ ഒരു സീനിന് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് സിഗരറ്റ് വലിക്കുന്നില്ല, അത് നല്ലോണം വലിക്കുന്നതായിട്ടാണ് കാണിച്ചേക്കുന്നത്. പുക എടുത്തിട്ട് വിടുക, താഴെ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഒക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പുക വായിലെടുത്തിട്ട് വിടുക, അത് അകത്തോട്ട് എടുക്കുന്നില്ല. അകത്തോട്ട് എടുത്തിട്ട് വിടുന്നതാണ്. എനിക്ക് അതിനോട് താല്പര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ശ്രദ്ധിച്ചത് കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ മിക്കവാറും ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ചിലപ്പോൾ അതേപോലെ വായിൽ വെച്ചിട്ട് വിടുന്നതായിട്ട് അത് വിടാം. അത് ലീഗലായിട്ടായിരിക്കാം ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്, ഡയറക്ടർ ബ്രില്യൻസ്. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കും, അങ്ങനെ വേണമെങ്കിൽ വലിക്കാതായിരിക്കും ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. ആ ഒരു ഷോട്ട് ആവശ്യമില്ലാത്തതായിട്ട് എനിക്ക് തോന്നി. വാണി വിശ്വനാഥിൻ്റെ ആക്ടിങ് ഓവർ ആക്ടിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ അത് സൈജു കുറുപ്പ് വരുന്നുണ്ട്. സൈജു കുറുപ്പിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ ഇമോഷൻ ടച്ച് ചെയ്യുന്ന ഒരു ഡയലോഗ് പുള്ളി പറയുന്നുണ്ട്. പുള്ളി കല്യാണം കഴിച്ച് അധികം സമയം നാട്ടിൽ നിന്നില്ല, വെളിയിൽ പോയി. 3 വർഷം കഴിഞ്ഞിട്ട് വെളിയിൽ പോയി. അപ്പോഴത്തേന് ഭാര്യ ഗർഭിണിയായി. അപ്പോൾ ഗർഭിണിയായപ്പോൾ ഇവരെ പറയാൻ പറ്റത്തില്ല, ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുടെ മനസ്സ് അതേപോലെയൊക്കെ ആയിപ്പോവും. അപ്പം ഭാര്യ ഗർഭിണിയായി. പക്ഷേ ഇവരുടെ ഭാര്യ ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഇവൻ അങ്ങ് മുങ്ങി. പണി കൊടുത്തവൻ അങ്ങ് മുങ്ങി. അപ്പോൾ സൈജു കുറുപ്പ് ആ പെണ്ണിനെ ഉപേക്ഷിക്കാനും പറ്റുന്നില്ല. അങ്ങനെ അവളെ നോക്കുന്ന ഒരു സീന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനാണ്. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അവസാനം ഒരു പൊട്ടൻ ട്വിസ്റ്റ്. പിന്നെ ഇതിനകത്ത് ജംഗിൾ റമി ലാലിൻ്റെ
ചക്കക്കുരു ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ ചക്കക്കുരു ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനിപ്പിച്ച സ്ക്രിപ്റ്റ് റൈറ്റ് കുറച്ചും കൂടെ ഒന്ന് നല്ലതാക്കിയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു പടമായിട്ടാണ് തോന്നുന്നത്. വലിയ പുതുമയൊന്നുമില്ല. അപ്പോൾ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.